രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മലയാള പദങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പദം അരോചകം. അരോചകം എന്ന് പറഞ്ഞാൽ രുചിക്കാത്തത്. അരോചകം, രുചിക്കാത്തത്. ആമഗ്നം. ആമഗ്നം എന്ന് പറഞ്ഞാൽ മുഴുകിയത്. തിമിരം. തിമിരം ഇരുട്ട് അല്ലെങ്കിൽ ഒരു നേത്രരോഗം, കണ്ണിന് ബാധിക്കുന്ന രോഗമാണ് തിമിരം. അടുത്തത് തിരക്ക്. തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യേതര ജീവികളെയാണ് തിരക്ക് എന്ന് പറയുന്നത്. പ്രഭാവം. പ്രഭാവം എന്ന് പറയുന്നത് ശോഭ അല്ലെങ്കിൽ ശക്തി. അടുത്തത് ഉൽഫുല്ലം. ഉൽഫുല്ലം എന്ന് പറഞ്ഞാൽ വിടർന്ന. ഉൾതാപം. ഉൾതാപം എന്ന് പറഞ്ഞാൽ ദുഃഖം. നീർനിദ്രം. നീർനിദ്രം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത. ഭഞ്ചിക്കുക. ഭഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഉടയ്ക്കുക, തകർക്കുക. ശോണം. ശോണം ചുവന്ന. പിയത്ത. പിയത്ത എന്ന് പറഞ്ഞാൽ കരുണ. അക്കർമാഷി. അക്കർമാഷി എന്ന് പറഞ്ഞാൽ അർദ്ധജാതി. തുടൽ, ചങ്ങല. അക്ഷന്തവ്യം. കേട്ടിട്ടുണ്ടോ? അക്ഷന്തവ്യം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നാണ് അക്ഷന്തവ്യം. മുദ്രലക്കോട്ട്. മുദ്രലക്കോട്ട് തപാൽ മുദ്ര പതിച്ച കവർ. മുദ്രലക്കോട്ട് എന്ന് പറഞ്ഞാൽ തപാൽ മുദ്ര പതിച്ച കവറ്. അടുത്തത് കൂഠം. കൂഠം എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം, കുഷ്ഠം. അടുത്തത് അശ്വമേധം. എന്താണ് അശ്വമേധം? അശ്വമേധം ഒരു യാഗമാണ്. കുതിരയുടെ മസ്തിഷ്കത്തിൽ ജയപത്രം ബന്ധിച്ച് യഥേഷ്ടം സഞ്ചരിക്കാൻ വിടുന്നു. അതിനെ തടയുന്നവരെ യുദ്ധത്തിൽ ജയിക്കണം. അശ്വഹൃദയം. അശ്വഹൃദയം എന്ന് പറഞ്ഞാൽ മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രം. മനോവേഗത്തിൽ, മനസ്സിൻ്റെ വേഗത എത്രമാത്രമുണ്ട് അത്ര വേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള മന്ത്രമാണ് അശ്വഹൃദയം. അടുത്തത് ആഗമതത്വവേദികൾ. ആഗമതത്വവേദികൾ എന്ന് പറഞ്ഞാൽ വേദതത്വം അറിയുന്നവർ. ദ്വിഗ്വിജയം. ദ്വിഗ്വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്കുകളെ ജയിക്കൽ. ദൃപ്ത. ദൃപ്ത എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച. പിഞ്ചികാചാലനം. പിഞ്ചികാചാലനം എന്ന് പറഞ്ഞാൽ മയിൽപീലികളുടെ ഇളക്കം. പ്രപിതാമഹൻ. പ്രപിതാമഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തച്ഛൻ്റെ പിതാവ്. പ്രപിതാമഹൻ, മുത്തച്ഛൻ്റെ പിതാവ്. അതൊരൊറ്റ പദമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രപിതാമഹൻ. അധോതലം, അടിത്തട്ട്. അധോതലം, അടിത്തട്ട്. അന്ധതമസ്. അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്. അനാദി, ആരംഭമില്ലാത്ത, നിത്യമായ. ഉദയപൂർവ നിമിഷം, ഉദയത്തിന് മുമ്പുള്ള സമയം. ഏകാകിത, ഒറ്റയ്ക്കാവുന്ന അവസ്ഥ. കുടിലത, ചതിവ്. ക്ഷതം, മുറിവ്. ചാബല്യം, ഇളക്കം. നിഗൂഢത, മറഞ്ഞിരിക്കുന്നത്. പ്രാരാബ്ധം, ബുദ്ധിമുട്ട്. മിഥ്യാധാരണ, തെറ്റായ ധാരണ. മിഥ്യ, തെറ്റ്. വിജനത, ജനമില്ലാത്ത അവസ്ഥ. വിനാഴിക, നാഴികയുടെ 60 പങ്ക്, 24 സെക്കൻഡ്. സങ്കീർത്തനം, സ്തുതി. ദുരാത്മാവ്, ദുഷ്ടൻ അല്ലെങ്കിൽ ദുർബുദ്ധി അല്ലെങ്കിൽ വഷളൻ. അടുത്ത വേട് ദേവദാനവനാഗരക്ഷപ്രഭൃതികൾ. ദേവദാനവനാഗരക്ഷപ്രഭൃതികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയവർ. നിർവേദം, ഒന്നിനോടും മമതയില്ലായ്മ, ഒന്നിനോടും ഒരു ഇഷ്ടമില്ലായ്മ, സ്നേഹമില്ലായ്മ. നിരാമയൻ. നിരാമയൻ ദുഃഖമില്ലാത്തവൻ, ഈശ്വരൻ. പക്ഷപാതം, ഒരു പക്ഷത്തോട് മാത്രം ചേരൽ. പ്രഭാവം, മഹിമ. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. പ്രയോപവേഷം കൊള്ളുക. പ്രയോപവേഷം കൊള്ളുക എന്ന് പറഞ്ഞാൽ ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക. പ്രയോപവേഷം കൊള്ളുക, ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക. ഭാഗീരഥി കച്ചം. ഭാഗീരഥി കച്ചം എന്ന് പറഞ്ഞാൽ ഭാഗീരഥിയുടെ തീരം, ഗംഗയുടെ തീരമെന്ന് അർത്ഥം. മഹാരഥൻ. അസ്ത്രശസ്ത്ര പ്രവീണനായി 10,000 വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുതുന്നവൻ. മഹാരഥൻ
അസ്ത്രശസ്ത്ര പ്രവീണനായി 10,000 വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുതുന്നവനാണ് മഹാരഥൻ. അടുത്ത പദം മൂലോച്ഛേദം. മൂലോച്ഛേദം എന്ന് പറഞ്ഞാൽ വേരോടെ ഇല്ലായ്മ ചെയ്യൽ, ഉന്മൂലനം ചെയ്യുക എന്നുള്ള അർത്ഥം. യജ്ഞം. യജ്ഞം യാഗം. യുദ്ധശ്രാന്തൻ. യുദ്ധശ്രാന്തൻ യുദ്ധം ചെയ്ത് തളർന്നവൻ. വയോവീര്യോത്സാഹങ്ങൾ. വയോവീര്യോത്സാഹങ്ങൾ എന്ന് പറഞ്ഞാൽ വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവ. വൃദിതൻ. വൃദിതൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ. ശസ്ത്രവ്യാധിക്ഷുതങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ആയുധം, രോഗം, വിശപ്പ് എന്നിവ. ശിബിരം പടകുടീരം. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ മന്ത്രി. ധൃതരാഷ്ട്രരുടെ മന്ത്രി സഞ്ജയൻ. സത്വരം പെട്ടെന്ന്. സാനുജൻ അനുജനോടൊപ്പം. സുകൃതലോകം പുണ്യം ചെയ്തവരുടെ ലോകം. സുദുർലഭം വളരെ ദുർലഭമായ. സ്ഥിരസത്വൻ. സ്ഥിരസത്വം എന്ന് പറഞ്ഞാൽ സ്ഥിരമനസ്കൻ, സ്ഥിരതയുള്ളവൻ. സമന്തപഞ്ചകം. സമന്തപഞ്ചകം പരശുരാമൻ സ്ഥാപിച്ച ഒരു പുണ്യതീർത്ഥം. സ്വപ്രത്യയസ്ഥൈര്യം. സ്വപ്രത്യയസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം. സ്വസ്തി മംഗളം ഭവിക്കട്ടെ, ആശീർവാദം. ഹൃദയോന്നതി മനസ്സിൻ്റെ വലിപ്പം. താങ്ക് യു.